ഹലോ ഗൈസ്, നിലാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. 25-ാം തീയതി ബുധനാഴ്ചയാണ് കേട്ടോ നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 1-1:30 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 4 മണിയായപ്പോഴത്തേക്കും അവിടെ എത്തി. അപ്പോൾ തിരക്കിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവിടെ ചെന്നിട്ടുള്ള വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ. നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മഴയൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എനിക്കറിയാവുന്ന രീതിയിൽ കൊട്ടിയൂരിനെ പറ്റിയിട്ട് ഒരു വിശദീകരണം തരാം. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ 2 മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും ഉണ്ട്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് അക്കരെ കൊട്ടിയൂരിലേക്കാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാവലിപ്പുഴയുടെ തീരത്തുള്ള ഈ നാടിന് ദക്ഷിണകാശി എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. പരമശിവനും പാർവതിയുമാണ് പ്രധാന ആരാധനാമൂർത്തികൾ. ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 27 നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത്. ഇവിടുത്തെ ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴയുടെ ഇലയിലാണ്. പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും 4 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂ നിന്നിട്ട് നമുക്ക് തിരിച്ചു പോകുന്നത് കുറേ അധികം ലേറ്റ് ആവുന്നത് കൊണ്ട് നമ്മൾ ക്യൂ നിൽക്കാതെയായിരുന്നു തൊഴുതിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ആദ്യമായിട്ട് വന്നതാണ്, അപ്പോൾ കയറി തൊഴുവാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നുണ്ട് അതിനെ. കുട്ടി ഉണ്ടായതുകൊണ്ട് നമ്മളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടിയുണ്ട്, ഇതുപോലെ കയറി തൊഴുവാമോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുള്ള ആൾ ക്യൂ നിൽക്കണ്ട, കയറി തൊഴുതോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും നിലാബേബിയും കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി. നമുക്ക് ആദ്യമായിട്ട് പോയപ്പോൾ തന്നെ എൻ്റെ ഉള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ തൊഴാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹത്തിൽ അതെന്തായാലും സാധിച്ചു. ഏട്ടൻ ഓൾറെഡി ശനിയാഴ്ച പോയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ശനിയാഴ്ച പോയപ്പോൾ നെയ്പായസം അതുപോലെ തന്നെ ഉണ്ണിയപ്പമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല. നമ്മൾ ആ സൈഡിൽ കൂടെ പോകുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബിജുവേട്ടൻ്റെ ഫാമിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അച്ചുവായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് പോകുന്നതെന്ന്. നമ്മൾ ആ ചേച്ചിയോട് ചോദിച്ചു, കവിയേച്ചി വന്നിട്ടില്ലേന്ന്. അപ്പോൾ കുട്ടി ഉണ്ടായതുകൊണ്ട്, കുഞ്ഞാവി ഉണ്ടായതുകൊണ്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് നമ്മളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അവർ ഉണ്ണിയപ്പം വാങ്ങുന്ന കൗണ്ടറിലായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മളവിടെ വെയിറ്റ് ചെയ്തു അവരോട് ഫോട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു. വിജയുടെ നമ്മളൊരു ചെറിയൊരു തുടക്കക്കാരാ യൂട്യൂബിൽ. താങ്ക് യു. ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. കാരണം നമ്മളിതുവരെ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് KL ബ്രോ ബിജു എന്ന് പറയുന്ന ആ ഒരു ഫാമിലീനെ കണ്ടപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. നമ്മൾ തൊഴുന്ന സമയത്ത് നിലാബേബിക്കും വെള്ളത്തിൽ കൂടെ നടക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നുഴഞ്ഞ് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവളെയും വെള്ളത്തിൽ ഇറക്കിയിട്ട് നമ്മളിങ്ങനെ നടത്തിക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമുക്ക് ആ വെള്ളത്തിൽ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. കാരണം കുറേ പേര് ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഒന്നാമത് മഴയും വരുന്നുണ്ട്, പിന്നെ തിരക്കുമാണ്. അതുകൊണ്ട് ഇങ്ങനെ വഴക്ക് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അശ്വന്തൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടായിരുന്നു വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ ഒറ്റയ്ക്കല്ല പോയിട്ടുണ്ടായിരുന്നത്. അമ്മായിയും അതുപോലെ തന്നെ അശ്വന്തും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് വിഷുവിൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവൻ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ മുഖം അങ്ങനെ തന്നിട്ടില്ല, എന്നാലും ചെറിയ രീതിയിലാണെങ്കിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയമായിട്ട് പോലും, ഒരു 5:30 അല്ലെങ്കിൽ 6 മണി സമയമായിട്ട് പോലും ഈ പറയുന്ന പോലെ തിരക്കോ കാര്യങ്ങളോ ഒന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. വന്നിട്ടില്ലെങ്കിൽ എല്ലാവരും ഇവിടേക്ക് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് കയറി തൊഴാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് പോലും എനിക്കതിന് സാധിച്ചു. അപ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരണം. പിന്നീട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ആനേനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. 2 ആനകൾ ഉണ്ടായിരുന്നു. ഒന്ന് പുഴയുടെ സൈഡിലായിരുന്നു കേട്ടോ.
അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പം ഞാനും ഏട്ടനും അച്ചുവും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നിലാബേബി നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇതുപോലെ തന്നെ കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടി ആനയുടെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന്. പിന്നെ നമുക്ക് പേടിയായതുകൊണ്ടിട്ട് നമ്മളങ്ങനെ ഫോട്ടോയൊന്നും പോയി എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 3 പേരും അവിടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം നമ്മൾ പിന്നീട് പോയത് പുഴയുടെ സൈഡിലേക്കായിരുന്നു കേട്ടോ. ഏട്ടനായിരുന്നു കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു സാരമില്ല നീ നടന്നോ, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ അശ്വന്ത്. അന്ന് നമ്മുടെ വിഷുവിൻ്റെ വീഡിയോയിൽ മുങ്ങിയ ആളാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നടന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പം അവിടെ ചെറിയൊരു അമ്പലമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു വെള്ളക്കെട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലാബേബി അതിനകത്ത് ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉത്സാഹമായിരുന്നു. അപ്പോൾ ബാക്കിലോട്ട് നോക്കിയിട്ട് അച്ഛ അച്ഛാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അവൾ. കാരണം സജിലേട്ടൻ പുറകിൽ തന്നെ ഉണ്ടോ എന്നവൾ നോക്കിയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തി കേട്ടോ. അപ്പോൾ വെള്ളം കണ്ടപ്പോഴത്തേക്കും അവളെ പിന്നെ വെള്ളത്തിൻ്റെ അവിടുത്തെ ഇറക്കി നിർത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിനി പോകുന്നൊരു ഞാൻ ചെറിയൊരു അമ്പലം എന്നാണ് പറഞ്ഞത്. അതൊരു കാവായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയും നമുക്ക് പ്രസാദം തരുന്നുണ്ടായിരുന്നു, അവിലും അതുപോലെ തന്നെ തേങ്ങാപ്പൂളും തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അവളെ വെള്ളത്തിലിറക്കി നിർത്തി. അപ്പോൾ വെള്ളത്തിൽ നിന്നിട്ട് അവിടെ നനങ്ങുന്നേ ഇല്ല അങ്ങോട്ടേക്ക്, കാരണം വെള്ളത്തിൽ തന്നെ ചവിട്ടി നിൽക്കുമായിരുന്നു. അവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ പുഴ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോയപ്പോഴത്തേക്കും ആനയെ കുളിപ്പിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമായിരുന്നു. നമുക്ക് ആനയുടെ അടുത്തേക്കുമ്പോൾ എന്തായാലും നല്ല പേടിയല്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പുഴയുടെ സൈഡിലേക്ക് ഇറങ്ങാൻ വിടത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കാല് നനക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ ആദ്യം ഞാനും അച്ചും അമ്മായിയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നിലാബേബീൻ്റെയും കാല് നനച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് അശ്വന്തും പോയിട്ടുണ്ടായിരുന്നു കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട്. അവനറിയാണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ മുങ്ങണമെന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ. പക്ഷേ അത് നടന്നില്ല. നല്ല ഒഴുക്കും അതുപോലെ തന്നെ നല്ല മഴയായത് കൊണ്ടിട്ട് അതിനുള്ള അനുവാദം അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി ഒരിക്കൽ പോകുമ്പോൾ അത് ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് നേരത്തെ ആനയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്ന ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 ആനകളുണ്ട് കേട്ടോ അവിടെ. 2 ആനകളും നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ചധികം ആൾക്കാർ അവിടെ നിന്ന് ആനയുടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അമ്മായിയൊക്കെ നെയ്പായസം വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിയില്ല, കാരണം ഏട്ടൻ ശനിയാഴ്ച പോയപ്പം കൊണ്ട് തന്നുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അശ്വന്ത് അവിടെ വെച്ചിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലു ബേബി എൻ്റെ മാലയിലൊക്കെ പിടിച്ച് ഞാനുമായിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഏട്ടനാണ് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിൻ്റെ ഭാഗത്തോട്ട് പോവാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങടേക്ക് പോവാണ് കേട്ടോ. നിലു ബേബി ചെണ്ടോട്ടിട്ട് സൗണ്ട് ഇട്ടിട്ടാണ് കേട്ടോ തലയാട്ടുന്നത്. മാത്രമല്ല അച്ഛ അച്ഛാന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ നല്ലൊരു സീനറി ആയിട്ട് തോന്നി കേട്ടോ. അമ്പലവും അതുപോലെ തന്നെ ആ മേഘങ്ങളെല്ലാം കൂടി മൂടൽമഞ്ഞ് പോലെ അങ്ങനെ നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോഴും തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു.
മഴ ചെറുതായിട്ട് ചാറ്റുമഴ പെയ്യും, പിന്നെ അത് മാറും. അങ്ങനെ തന്നെയായിരുന്നു മഴയുടെ അവസ്ഥ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ഏട്ടൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ തിരിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛാന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ മുകളിൽ കണ്ടില്ല, അവിടെ ഇപ്പോൾ നല്ല ക്യൂ കുറവുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നു, ഇപ്പോൾ നന്നായിട്ട് കുറവുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പുഴയിൽ ശക്തമായിട്ട് ഒഴുക്കുണ്ടായിരുന്നു, നല്ല സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളം ഇങ്ങനെ ഒഴുക്കി പോകുന്നതിൻ്റെ നല്ല സൗണ്ടും ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നായിരുന്നു പാലത്തിൻ്റെ അവിടെ. പക്ഷേ നീലുബേബി പോകുന്നവരെ മൊത്തം ഇങ്ങനെ കൈതട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഫോട്ടോ നല്ല രീതിയിൽ എടുക്കാനായിട്ട് നിന്നില്ല. നമ്മൾ പിന്നെ അവിടെ നിന്ന് നടന്നു. അപ്പോൾ ആ കാണുന്ന സ്ഥലത്ത് നമുക്ക് ബാഗൊക്കെ ക്യാഷ് കൊടുത്തിട്ട് ബാഗൊക്കെ വെക്കാം. പിന്നെ ബാത്റൂംസ് ഉണ്ട്, നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട്. നമ്മളാ പോകുന്നത് ചെരുപ്പിട്ടിട്ട് കാല് മൊത്തവും മണ്ണായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാല് കഴുകാമെന്ന് വിചാരിച്ച് ആ പുഴയുടെ സൈഡിൽ കൂടെ ചെന്നിട്ട് കാല് കഴുകി. പിന്നെ നമ്മൾ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവുകയാണ്. നമ്മൾ അപ്പുറത്തെ ആ സൈഡിൽ കൂടെ ആയിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത്, നമ്മളിപ്പുറത്ത് കൂടെ തിരിച്ചു പോകുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് കുറേ കടകളുണ്ടായിരുന്നു, ഡ്രസ്സിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങൾ, പിന്നെ നമ്മൾ സ്കൂൾ ടൈം പഠിക്കുമ്പോഴുള്ള കുറേ മുട്ടായിസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കാലങ്ങളായി അങ്ങനെയുള്ള മുട്ടായികളൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഉത്സവത്തിന് എങ്ങനെയാണോ അതുപോലെ കടകളിലെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിക്കുന്ന ഐറ്റംസ് കുറേ വാങ്ങി കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ കടകളിൽ കയറി ഇങ്ങനെ വെറുതെ നോക്കിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛനൊരു സിൽവറിൻ്റെ മാല നോക്കാൻ വേണ്ടിയിട്ട് ആ കടയിൽ കയറി. പക്ഷെ അവൾ ഉദ്ദേശിച്ചില്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ വാങ്ങിയില്ല. അവിടെ നിന്ന് നേരെ പിന്നെ പോയത് കീ ചെയിൻ്റെ സൈഡിലേക്കായിരുന്നു കേട്ടോ. കീ ചെയിൻ മാത്രമല്ല കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കീ ചെയിൻ വേണമായിരുന്നു. അങ്ങനെ നമ്മൾ കീ ചെയിൻ നോക്കിയിട്ട് 2 എണ്ണം വാങ്ങിയിട്ടോ. 2 കീ ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സെയിം മോഡൽ തന്നെ 2 കളറ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവൾക്ക് കുറേ വളകളും അതുപോലെ തന്നെ ബണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയതല്ല, ജസ്റ്റ് കണ്ടപ്പോൾ എടുത്ത് നോക്കിയതാണ്. പിന്നെ വളയൊക്കെ മറ്റേ ചുറ്റുവളയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഞാൻ കൈ വെച്ച് നോക്കി, അപ്പം തന്നെ ഇവിടെ എടുത്ത് എറിയുന്നുണ്ടായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമ്മൾ മറ്റേ ഇങ്ങനെ ഊതുമ്പോൾ ബബിൾസ് പോകുന്ന, അതായത് അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഏട്ടനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വളയുടെ സെക്ഷൻ. ഞാനപ്പോൾ അവൾക്ക് അത് വെച്ച് കൊടുത്തു, പക്ഷെ അവളത് എടുത്തെറിയാൻ വേണ്ടി തുടങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ റോഡിലേക്ക് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബോർഡ് ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോൻ്റെ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ നമ്മൾ ഇതാണ് കേട്ടോ അമ്പലം. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങി. അപ്പോഴും നല്ല തിരക്കായിരുന്നു കേട്ടോ. തിരക്കിനൊന്നും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. പിന്നീട് റോഡിൻ്റെ 2 സൈഡിലും കടകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്തു. അതിന് സൈഡിലൊരു കടയുണ്ടായിരുന്നു, അങ്ങോട്ടേക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഈ സ്കൂൾ ടൈം പഠിക്കുമ്പോൾ മുട്ടായിസൊക്കെ ഇല്ലേ, അതിൽ 2-3 മുട്ടായികൾ നമ്മൾ വാങ്ങി. ജീരക മുട്ടായി, പിന്നെ പുളിമുട്ടായി, അതുപോലെ തന്നെ തേൻ മുട്ടായി, ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേറെ കുറേ വെറൈറ്റി മുട്ടായികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ. കൊട്ടിയൂരിൽ നിന്ന് മടങ്ങുന്ന ഓരോ ഭക്തൻ്റെ കയ്യിലും ഓടപ്പൂ ഉണ്ടായിരിക്കും. രുദ്രപ്രസാദമായ ഓടപ്പൂവ് ദക്ഷന് ദുരുപദേശം നൽകി പ്രഭുവിൻ്റെ താടിയാണെന്നും അതല്ല ദക്ഷൻ്റെ താടിയാണെന്നും അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും ഇവിടുത്തെ ക്ഷേത്ര ദർശനത്തിൻ്റെ അടയാളമായി കാണുന്നൊരു പ്രസാദമാണ് ഓടപ്പൂ. വീടുകളിലും വാഹനങ്ങളിലും തൂക്കിയിടാറുണ്ട്. ഐശ്വര്യദായകമാണ് ഓടപ്പൂക്കൾ എന്നാണ് വിശ്വാസം. നമ്മളും ഓടപ്പൂക്കളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.